ഇന്നത്തെ നമ്മുടെ ഈ ചർച്ചയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഈ ചർച്ച തുടങ്ങുന്നതിന് മുൻപ് നിങ്ങൾ ഈ ചാനൽ ലൈക്ക് ചെയ്യാനും ഷെയർ ചെയ്യാനും സബ്സ്ക്രൈബ് ചെയ്യാനും മറക്കരുത്. നിങ്ങളുടെ പിന്തുണ ഞങ്ങൾക്ക് വളരെ പ്രധാനപ്പെട്ടതാണ്. അപ്പോൾ ശരി, നമുക്ക് വിഷയത്തിലേക്ക് കടക്കാം. എന്റെ പ്രിയ കൂട്ടുകാരൻ, സുന്നത്ത് ജമാഅത്തിന്റെ കാര്യങ്ങളിൽ അൽഹംദുലില്ലാഹ് സജീവമായി അവിടുത്തെ സമയങ്ങൾ ദീനിന് വേണ്ടി ചെലവഴിക്കുന്ന ഒരു വ്യക്തിത്വമാണ്. അതുകൊണ്ട് എന്റെ പ്രിയപ്പെട്ട മുഅ്മിനീങ്ങളോട് മുഅ്മിനാത്തുകളോട് ഓർമ്മപ്പെടുത്തുന്നു, നമ്മളാൽ കഴിയുന്ന ഒരു ചെറിയ സഹായം അക്കൗണ്ടിലേക്ക് നിങ്ങൾ എത്തിച്ചു കൊടുക്കണം. നിങ്ങൾ നൽകുന്ന സ്വാലിഹായ സ്വതക്ക അള്ളാഹു നാളെ ദുനിയാവിലും ആഖിറത്തിലും വലിയ ഫലമുള്ള സ്വതക്കയായി അള്ളാഹു കബൂൽ ചെയ്യട്ടെ. അതേ സമയത്ത് ഒരു ചാനലിൽ ഒരു സാധാരണ അതേ സമയത്ത് ഒരു ചാനലിൽ ചോദ്യത്തിന് മറുപടി പറയവേ ഇമാം ബുഖാരിക്ക് എന്താ തെറ്റുപറ്റിക്കൂടെ എന്ന വാക്ക് അദബുകേടാണ്. ഒരു അദബുകേടായി ഒരു സ്ഖലിതം എന്ന നിലയിൽ എൻ്റെ ഭാഗത്ത് വന്നതാണ്. നിങ്ങൾക്കറിയാലോ, ഞാൻ 100% സുന്നിയ ഒരാളാണ്. 100% സുന്നിയാണ്. ഞാൻ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം, പറയുമ്പോഴും നിങ്ങൾക്കറിയാം ഇയാൾ ചേകനൂരല്ല. നിങ്ങൾക്കറിയാം ഞാൻ ഖാദിയാനിയല്ല. നിങ്ങൾക്കിതൊക്കെ അറിയാം. പിന്നെ എൻ്റെ പ്രഭാഷണങ്ങൾ പലപ്പോഴും എതിരായി ചർച്ചയായി വന്നിട്ടുണ്ട്. കേരളത്തിൽ പല ചർച്ചയും വന്നിട്ടുണ്ട്. 10-26 കൊല്ലായി രാവും പകലും പ്രസംഗിക്കുന്നു. 10,000-കണക്കിന് പ്രസംഗങ്ങളുണ്ട്. യൂട്യൂബിൽ തന്നെ ഉണ്ട്, ഫേസ്ബുക്കിൽ തന്നെ ഉണ്ട് 10,000-കണക്കിന് ഭാഷണങ്ങൾ. അതേ പുരസ്കരിച്ച് ചില പദപ്രയോഗങ്ങൾ, വതിരി വിട്ടുപോകുന്ന പദപ്രയോഗങ്ങൾ അറിയാതെ എന്നിൽ നിന്ന് വന്നുപോകും. പിന്നീട് അതിനെക്കുറിച്ച് ഖേദപ്രകടനം നടത്തും. അത് മനുഷ്യർ വന്ന സ്ഖലിതങ്ങളാണ്. ചേകനൂരാന്ന് പറയുന്നതിന് സത്യം പറഞ്ഞാൽ ഇതുമായി ബന്ധപ്പെട്ട ഒരു ചർച്ചയിൽ ഒരു ചാനലിന്റെ ചോദ്യത്തിൽ ഞാൻ മറുപടി പറഞ്ഞു, ഇത് സ്ഖലിതങ്ങളായി വന്നുപോയതാണ്, അബദ്ധങ്ങൾ. എന്താ സിദ്ദീഖുൽ അക്ബർ തെറ്റുപറ്റിക്കൂടെ? എന്താ ഉമർ മഖ്താബിന് തെറ്റുപറ്റിക്കൂടെ? എന്താ ശംസുലമക്ക് തെറ്റുപറ്റിക്കൂടെ? ഇതൊക്കെ എൻ്റെ വന്നുപോയ അബദ്ധങ്ങളാണ്. അത് അബദ്ധമായി, അതായത് അദബ് കെട്ട വാക്കുകൾ. വസ്തുത സത്യമാണ്. അതേ സമയത്ത് അത് അദബ് കെട്ട വാക്കാണ്, ഒരിക്കലും പറയാൻ പാടില്ല. അത് എഡിറ്റ് ചെയ്ത് വൃത്തിയായിട്ടാണ് പ്രസിദ്ധീകരിക്കേണ്ടത്. ആ ചാനലുകാർ തന്നെ എന്നോട് പറയുകയും ചെയ്തതാണ് എഡിറ്റ് ചെയ്യണം. എഡിറ്റ് ചെയ്യാൻ എനിക്ക് അയച്ചു തരുകയും ചെയ്തു. പക്ഷെ എൻ്റെ തിരക്ക് കാരണം അത് എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എഡിറ്റ് ചെയ്യണമെന്ന് എനിക്കുണ്ടായിരുന്നു, അപ്പോൾ എഡിറ്റ് ചെയ്യാൻ കഴിഞ്ഞില്ല. അവരങ്ങനത്തെ പ്രസിദ്ധീകരിച്ചു, അവർ കുറ്റക്കാരും അല്ല. അതേ സമയത്ത് നിങ്ങളുടെ നടുവിൽ ജീവിക്കുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം നിങ്ങൾക്കറിയാം ഞാൻ ചേകനൂരാണ്. കുത്താൻ പറ്റുന്ന അവസരം ഉപയോഗപ്പെടുത്തരുത്. ഒരു സുന്നിയായ ഒരു ബനൽ അമീറുൽ മദീന എന്ന് പറഞ്ഞാൽ അതൊരു മജാസിയായ വാക്കാണ്. അമീറാണ് പട്ടണം ഉണ്ടാക്കിയത്, മജാസിയായ വാക്കാണ്. അതൊരു മുവഹിദിൽ നിന്നുണ്ടായാൽ അമ്പത്ത റബീഉൽ ബഖല, വസന്തം ചെടിയെ ഉണ്ടാക്കി എന്നൊരു മുവഹിദായ മനുഷ്യൻ പറയുമ്പോൾ അതൊരു മജാസിയായ വാക്കാണ്. അത്രയും മനസ്സിലാക്കേണ്ടുള്ളൂ. അത് 100% സുന്നിയായ മനുഷ്യനായി ഇത് പറയുന്നത്. അപ്പോൾ വാക്കിൽ വന്ന സ്ഖലിതമാകാം. എനിക്കെതിരെ നിങ്ങൾ ചേകനൂരും ഖാദിയാനും ആരോപിക്കുന്നതിന് മുമ്പ് ഏറ്റവും ചുരുങ്ങിയത് എന്നോടൊന്ന് വിളിച്ചു ചോദിക്കണം. ആ കൂട്ടത്തിൽ ഒരു നല്ല മനുഷ്യൻ, ഒരു സുന്നി പ്രഭാഷകനായ നല്ല മനുഷ്യൻ എന്നോട് വിളിച്ചു ചോദിച്ചു, ഇങ്ങനൊരു വാക്ക് കേൾക്കുന്നുണ്ടല്ലോ, എന്ത് പറ്റിപ്പോയതാണ്? അപ്പൊ ഞാൻ കാര്യം പറഞ്ഞു, അതിൽ സ്ഖലിതം വന്നുപോയതാണ്. ഡാറ്റാസ് പറയുന്ന സന്ദർഭത്തിൽ അറിയാതെ വന്നുപോയതാണ്. എഡിറ്റ് ചെയ്യാൻ എനിക്ക് കഴിഞ്ഞില്ല. എന്നാൽ അതിനെപ്പറ്റി ചർച്ചയില്ല. അതൊന്ന് എവിടെയെങ്കിലും അതിൻ്റെ ഒരു ഖേദപ്രകടനം നടത്തണമേ എന്ന് അദ്ദേഹം, നല്ലൊരു മനുഷ്യൻ, നല്ല മനുഷ്യൻ. ഞാൻ അവരെ ഇപ്പോൾ വെളിപ്പെടുത്തുന്നില്ല, പിന്നീട് ആവശ്യമെങ്കിൽ വെളിപ്പെടുത്തും. അങ്ങനത്തെ ആളുകൾ ഉണ്ടായിട്ടുണ്ട്. മഹാന്മാരാവുന്ന ഇമ്മത്ത് വിശുദ്ധ ഖുർആനിലുള്ള ചില ആയത്തുകൾ സിദ്ദീഖീങ്ങളെ സംബന്ധിച്ച് പറയുന്ന ആ സ്ഥലത്ത് ആരാണ് ഈ സിദ്ദീഖീങ്ങളെന്ന് വിശദീകരിച്ചു കൊണ്ടിട്ട് മഹാന്മാരാവുന്ന മുഫസ്സിരീങ്ങളിൽ നിന്നുള്ള വലിയ ആളുകൾ രേഖപ്പെടുത്തിയ 1-2 വരികൾ മാത്രമാണ് ഞാൻ നിങ്ങളുടെ മുന്നിൽ അവതരിപ്പിക്കുന്നത്. ജനങ്ങളെ 3-4 വിഭാഗങ്ങളായി തിരിച്ചിട്ട് അതിൽ നിന്ന് പിന്നെ പറയേണ്ട തബഖത്തു റാബിയ, 4ാമത്തെ വിഭാഗം വറസത്തു റുസുൽ, മുർസലീങ്ങൾക്കുള്ളതായ വാരിസീങ്ങളാവുന്ന ഉലമാ, വഖുലഫാഉഹും ഫീ ഉമമിഹിം, അംബിയാ മുർസലീങ്ങൾക്ക് അവരുടെ ഉമ്മത്തിൽ അംബിയാ മുസ്ലിങ്ങൾക്കുള്ള പ്രതിനിധികളായിക്കൊണ്ട് പ്രവർത്തിക്കുന്നവർ,
വഹുമുൽ ഖായിമൂന ബിമാ ബുഇസൂ ബിഹി. ആരാണ് അവരെന്നറിയോ? അമ്പിയാക്കന്മാരെ അല്ലാഹു സുബ്ഹാനഹു വ തആല ഏതൊരു ആദർശം പ്രചരിപ്പിക്കപ്പെടാനാണോ നിയോഗിക്കപ്പെട്ടുള്ളത്, ആ നിയോഗിക്കപ്പെട്ടതായ ആദർശത്തിൻ്റെ പ്രചരണവുമായി കൊണ്ട് നിന്ന് പോരുന്ന ആളുകൾ. അത് എങ്ങനെയെങ്കിലും നിന്ന് പോയാൽ പോരാ, ഇൽമൻ അമ്പിയാക്കളിൽ നിന്ന് ഇസ്തിഫാത്ത് ചെയ്യപ്പെടുന്നതായ ആ ഇൽമ് അവരിലുണ്ടാവണം. അത് എല്ലൂടെ ഒന്ന് ഇപ്പോഴേ എല്ലാം കൂടി കെട്ടി അത് ആകെ അടച്ചാണ്. ഒന്ന് കേൾക്കാൻ അങ്ങനെ ഉണ്ടാവും. അത് ആസീസിൻ്റെ പണിയാണ്. നമ്മൾ ഞങ്ങളാരും കേൾക്കണ്ടെന്ന് വിചാരിച്ചിട്ട്. അപ്പോൾ അവിടെ രാജാക്കന്മാരുമായി ബന്ധമുള്ള ചില ഭരണാധികാരികൾ ഈ മഹാനെ കാണാൻ വേണ്ടി അയാളെ റൂമിൽ വന്നപ്പോൾ അതിൻ്റെ അടുത്ത റൂമിൽ നിന്ന് ഒരു മോശമായ കളിൻ്റെ ശബ്ദം കേൾക്കുന്നുണ്ട്. അപ്പം ഈ മഹാനോട് പറഞ്ഞു, അത് അവനൊരു ഹറാമായ ഒരു കളിയായിട്ട് ബന്ധപ്പെട്ടുകൊണ്ടാണല്ലോ ആ റൂമിൽ നിന്ന് അതിൻ്റെ ശബ്ദമാണല്ലോ കേൾക്കുന്നത്. നിങ്ങൾക്കെന്താ അവൻ ഉപദേശിച്ചൂടെന്ന് ചോദിച്ചു. ആ മൂപ്പര് പറഞ്ഞു, ഞാൻ 10-50 കൊല്ലമായി ഇവിടെ താമസിക്കൽ തുടങ്ങിയിട്ട്. 50 കൊല്ലം ഞാൻ 50 കൊല്ലം ഞാനത് കേൾക്കുന്നുണ്ട്. പക്ഷെ ഞാനത് കേൾക്കുന്നുണ്ട് എന്നുള്ള നിലക്ക് അവനോട് ഉപദേശിച്ചാൽ ചിലപ്പോൾ ഇവിടുന്ന് റൂമ് മാറിപ്പോവും. റൂമ് മാറിപ്പോയാൽ ചിലപ്പോൾ ഇതിനേക്കാൾ വലിയ തമ്മാടിത്തരായിരിക്കും അവൻ ചെയ്യണത്. അപ്പോൾ മഹാന്മാർ സ്വീകരിച്ചൊരു മാർഗമാണ് പറയുന്നത്. ഒരാളെ ഏറ്റവും അശ്രദ്ധമായ മോശമായ ഒന്നിലേക്ക് ഇതിലേക്ക് തള്ളിവിടാതെ നമ്മളെ സമീപനം നല്ലതാവുമ്പോൾ അത് കാരണമായിട്ട് അവൻ ചിലപ്പോൾ അവൻ്റെ ആ പ്രവർത്തനത്തിൽ നിന്ന് പിന്തിരിയാൻ തന്നെ സാധ്യതയുണ്ട്. അപ്പോൾ ഉപദേശം എപ്പോഴും ആവണം ദഅവത്തിൻ്റെ സ്വഭാവം അങ്ങനെ ദഅവത്തുൽ ഖൽഖ് ഇലല്ലാഹ് അലാ ത്വരീഖത്തിഹിം. ഇതൊക്കെയാണ് അല്ലാഹു സുബ്ഹാനഹു വ തആല അമ്പിയാക്കന്മാരെ നിയോഗിക്കപ്പെട്ട മാർഗം എന്ന് പറയുന്നത്. ഒന്ന് വിശുദ്ധമാവുന്ന ആ ഇൽമ്, ആ ഇൽമിൻ്റെ മുക്തത അനുസരിച്ചുള്ള അമല്, ജനങ്ങളെ വളരെയധികം നല്ല സിയാസയോടുകൂടി അവരെ പ്രയാസപ്പെടുത്താതെ, അവരെ ഇപ്പോൾ ഒരു വലിയ തെറ്റ് ചെയ്യുന്ന ഒരാളിനെ അവനെ അതിന് പിന്തിരിപ്പിക്കാനുള്ള ഞാനിങ്ങനെ ആലോചിക്കുകയാണ്. വന്നിരായ ഞങ്ങൾ മൂന്നൂരുപ്പി കുഞ്ഞി മുസ്ലിയാർ മൂപ്പര് അസറിൻ്റെ ശേഷമൊക്കെ ചിലപ്പോൾ അങ്ങാടി പോയി രാത്രിയാണ് ഇങ്ങനെ വരുമ്പോൾ ഹദ്ദാദ് ഉസ്താദ് ഒരു ദിവസം ഒഴിവാക്കലില്ല. അപ്പോൾ ഹദ്ദാദ് എല്ലിക്കൊണ്ടാണ് എല്ലാ ദിവസവും. അപ്പോൾ വരുമ്പോഴൊക്കെ മൂപ്പരെ കൂടെ നല്ലൊരു കള്ളുടിയാണ്ടാവും. ഒപ്പം ഇങ്ങോട്ട് ഈ ഭാഗത്തേക്ക് പോകാൻ. അപ്പോൾ ഓൻ്റെ തോളിൽ കൈയൊക്കെ വെച്ച് ഇങ്ങനെ വരും. അങ്ങനെ 2-3 ദിവസം ഇയാൾ ഉസ്താദിനൊപ്പം കൂടിയാൽ പിന്നെ അവൻ കള്ളുടി നിർത്തലുണ്ട്. അത് ഞങ്ങൾക്കൊക്കെ അനുഭവങ്ങളാണത്. അപ്പോൾ അത് നമ്മൾ ജനങ്ങളെ ദഅവത്ത് ചെയ്യുമ്പോൾ ആ ദഅവത്തിന് സ്വീകരിക്കേണ്ട മാർഗം എന്ന് പറഞ്ഞാൽ മഹാന്മാരാവുന്ന അമ്പിയാക്കന്മാർ സ്വീകരിച്ചതായ മാർഗമാണ്. ആ നിലക്ക് അവരെ തരീഖത്തനുസരിച്ച് അവരെ മിൻഹാജ് അനുസരിച്ചായിരിക്കണം ഈ പറയപ്പെട്ട ഈ മർത്തബയിലുള്ള ആളുകൾ, അതായത് സിദ്ദീഖീങ്ങൾ. അത് അഫ്ളലു മറാത്തിബിൽ ഖൽഖ് ബഅദ റിസാലത്തി വന്നുബുവ. റിസാലത്ത് നുബുവത്തിൻ്റെ ശേഷം സൃഷ്ടികളിൽ നിന്ന് ഏറ്റവും അധികം ശ്രേഷ്ഠമാക്കപ്പെട്ടതായ ആ പദവിൻ്റെ ആളുകളാണ് അവർ. വഹിയ മർത്തബത്തു സിദ്ദീഖീൻ, അതാണ് സിദ്ദീഖീകൾക്കുള്ളതായ മർത്തബ. ഓക്കെ, അബൂബക്കർ സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹുവിനെ പറ്റി സിദ്ദീഖ് എന്നാണ് പറയുന്നത്. സിദ്ദീഖ് എന്ന് പറഞ്ഞതിനേക്കാൾ വലിയൊരു പേര് പറയാൻ പറ്റുന്നൊരു വസ്ഫ് ഉണ്ടെങ്കിൽ ആ വസ്ഫ് മഹാനാവുന്ന അബൂബക്കർ റളിയല്ലാഹു തആല അൻഹുവിനക്ക് നൽകുമായിരുന്നു. കാരണം അംബിയാവിൻ്റെ ശേഷം അഫ്ളലാവുന്ന മനുഷ്യൻ അത് സിദ്ദീഖ് റളിയല്ലാഹു തആല അൻഹു ആണെന്ന് വിശ്വസിക്കണം എന്നല്ലേ.
സുമ്മ ഉമറു എന്നാണ്, പിന്നെ ഉമർ റളിയല്ലാഹു തആല അൻഹു, സുമ്മ ഉസ്മാനു, സുമ്മ അലി എന്നാണ്. ആ പ്രയോഗമാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ നടത്തിയത്. ഉഹദ് മലയിലേക്ക് റസൂൽ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ കയറി വന്നപ്പോൾ ഉഹദ് മല ഇളകാൻ തുടങ്ങി. അവിടെ ഇളകാൻ തുടങ്ങിയപ്പോൾ റസൂൽ എന്താ പറഞ്ഞത്? ഉസ്ബുത്തിയ ഉഹദ്, ഉഹദ് അവിടെ അടങ്ങെന്ന് പറഞ്ഞു. എന്നിട്ട് പറഞ്ഞു മഅക നബിയുല്ലാഹ്, ഒന്ന് നബിയാണ് എന്ന് പറഞ്ഞു. രണ്ടാമത് പറഞ്ഞത് എന്താ? സിദ്ദീഖുൻ, മറ്റൊന്ന് സിദ്ദീഖ് എന്ന് പറയപ്പെടുന്ന ലോകത്ത് അമ്പിയാക്കന്മാർക്ക് ശേഷം എന്തെങ്കിലും ഒരു ബഹുമതി കൊണ്ട് വിളിക്കപ്പെടാൻ പറ്റിയ ഏറ്റവും വലിയ ബഹുമതി പേരാണ് സിദ്ദീഖ് എന്നുള്ളത്. പിന്നെയാണ് പറഞ്ഞത് ഷഹീദാനിന്ന്, 2 ഷഹീദന്മാരുമാണുള്ളത്. അവിടെ 2 കാര്യങ്ങളാണ് നമ്മൾ മനസ്സിലാക്കേണ്ടത്. ഒന്ന്, സിദ്ദീഖിൻ്റെ ശേഷം ഷഹീദിനെ പറഞ്ഞു. അപ്പം ശുഹദാഇൻ്റെ മർത്തബനേക്കാൾ വലിയ മർത്തബയാണ് സിദ്ദീഖീങ്ങൾക്കുള്ള മർത്തബ എന്നുള്ളത്. മറ്റൊന്ന് ഷഹീദാനി എന്ന റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾ പറഞ്ഞു. ഇവരന്ന് ഷഹീദായിക്കണം. ഉമർ റളിയല്ലാഹു തആല അൻഹുവിനെ കൊല ചെയ്യപ്പെട്ടിട്ടില്ലല്ലോ, ഉസ്മാൻ ഇബ്നു അഫ്ഫാൻ തങ്ങളിൽ കൊല ചെയ്യപ്പെട്ടിട്ടില്ല. ഇവർ കൊല ചെയ്യപ്പെടുന്ന എങ്ങനെ റസൂൽ മനസ്സിലാക്കി? റസൂൽ സല്ലല്ലാഹു അലൈഹി വസല്ലമ തങ്ങൾക്ക് ഒയ്ബ അറിയാമെന്നാണ് ആ വാക്കിൻ്റെ അർത്ഥം. മഅക നബിയുല്ലാഹ്, ഒന്ന് നബിയാണ്. അബൂബക്കർ അലി സിദ്ദീഖ് എന്ന പല റിവായത്തുകളുണ്ട്. പക്ഷേ സിദ്ദീഖ് റസൂലുള്ളാഹി ഉപയോഗിച്ചിട്ടുണ്ട്. പിന്നെ പറഞ്ഞത് ഷഹീദാനി, 2 ഷഹീദന്മാരുമാണ്. അപ്പം ശുഹദാഇൻ്റെ മർത്തബനേക്കാൾ വലിയ മർത്തബയാണ് ഈ പറയപ്പെട്ടതായ ഇൽമിൻ്റെ വാഹകർക്കുള്ളതായ ഈ മർത്തബ. അങ്ങനെ ആയതുകൊണ്ടുള്ള അമ്പിയാക്കന്മാരോട് അടുപ്പിച്ചുകൊണ്ടാണ് ഇവരെ സിദ്ദീഖീങ്ങളെ പറഞ്ഞത്. വമൻ യുതിഇല്ലാഹ വറസൂൽ ഫൗലൈക മഅല്ലദീന അൻഅമ അല്ലാഹു അലൈഹിം മിനൻ നബിയ്യീന വസ്സിദ്ദീഖീൻ. നബിമാരോട് അടുപ്പിച്ചുകൊണ്ട് സിദ്ദീഖീങ്ങളെ പറയാനുള്ള കാരണം. മാത്രമല്ല, ഈ വിഭാഗത്തിനെ സംബന്ധിച്ചാണ് അല്ലാഹു റസൂൽ പറഞ്ഞത് ലാ യസാലൂന അലൽ ഹഖ്, അവർ ഹക്കിൻ്റെ മേൽ തന്നെ ആയിക്കൊണ്ടിരിക്കും. അവർ ഹക്കിന്ന് ഒരിക്കലും പിന്മാറിപ്പോവില്ല. ലാ യദുറുഹും മൻ ഖദലഹും വലാ മൻ ഖാലഫഹും. അവർ ചതിക്കാൻ വരുന്ന പലരും ഉണ്ടാവും. പല നിലക്കുള്ളതായ ഓഫറുകളും പറഞ്ഞുകൊണ്ട് അവരെ കൈവശപ്പെടുത്താൻ വേണ്ടി വരും. അതിനവർ ഭയപ്പെടില്ല. വലാ മൻ ഖാലഫഹും, അവരോട് എതിർ നിൽക്കുന്ന ആളുകളുണ്ടാവും. അവർക്കൊന്നും അവരുടെ ആ വർണ്ണോ അല്ലെങ്കിൽ അവർക്കുള്ള ഹിദ്നാനൊന്നും ഇവർക്ക് ബാധിക്കില്ല. അതിനവർ ഭയപ്പെടാൻ സന്നദ്ധരുമല്ല. ശരിയായ ആദർശത്തുമ്പോൾ അവർ ഉറച്ചു നിൽക്കും. എത്തായെത്തിയാമുള്ള. അപ്പോൾ ഈ നിലക്ക് ഉറച്ചു നിൽക്കുന്നതായ സിദ്ദീഖീങ്ങൾ എന്ന് വിശുദ്ധ ഖുർആനിൽ രേഖപ്പെടുത്തപ്പെട്ട ആ മർത്തബയിലാണ് നമ്മളൊക്കെ ഉണ്ടാവേണ്ടത്. കാരണം അതിനേക്കാണ് നമ്മൾ നിയോഗിക്കപ്പെട്ടിട്ടുള്ളത്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം. അൽഹംദുലില്ലാഹ് വസ്സലാത്തു വസ്സലാമു അലാ അഷ്റഫി റസൂലില്ലാഹ് വഅലാ ആലിഹി വസഹ്ബിഹിൽ ഫായിസീന ബിറല്ലാഹി അമ്മാ ബഅദ്. ആദരണീയരായ സഹോദരങ്ങളെ, എൻ്റെ മാന്യ സുഹൃത്ത് റഹ്മത്തുള്ള ഖാസിമിയുടെ കഴിഞ്ഞ കാലങ്ങളിലെ പ്രഭാഷണങ്ങളുമായി ബന്ധപ്പെട്ട് ചില കാര്യങ്ങൾ ശ്രദ്ധയിൽപ്പെടുത്താൻ ആഗ്രഹിക്കുകയാണ്. ഈ അടുത്ത കുറച്ചു കാലങ്ങളിലായി സമൂഹത്തിൽ ഉന്നത തട്ടിൽ നിലനിൽക്കുന്ന മഹൽ വ്യക്തിത്വങ്ങളെക്കുറിച്ച് കുത്തുവാക്കുകൾ കൊണ്ട് അധിക്ഷേപിക്കുകയും സ്വഹീഹുൽ ബുഖാരിയിലെ ഹദീസിനെ പോലും അതീവ ദുർബലമായി കണ്ടുകൊണ്ട് പ്രചരിപ്പിക്കുകയും ചെയ്യുന്ന തരത്തിൽ അദ്ദേഹത്തിന്റെ പ്രസംഗത്തിൽ സ്ഖലിതങ്ങൾ വന്നുകൊണ്ടിരിക്കുകയാണ്. പഴയ കാലങ്ങളിൽ എല്ലാ ആഴ്ചയും അദ്ദേഹം കോഴിക്കോട് ഖുർആൻ പ്രഭാഷണം നടത്തിയിരുന്നു. ഈ പ്രഭാഷണങ്ങൾ സമാപനമായ വലിയ വാർഷിക പ്രഭാഷണ മഹാസമ്മേളനങ്ങൾ വിശുദ്ധ റമദാനിൽ SKSS സംസ്ഥാന കമ്മിറ്റി സംഘടിപ്പിച്ചിരുന്നു. അന്ന് തന്നെ അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായ ദൗർബല്യമുണ്ട്. ഓരോ വർഷവും ശരാശരി 2, 3, 4, 5 വിഷയങ്ങൾ തിരുത്താനുണ്ടാവും. അത് ഞങ്ങളൊക്കെ ബന്ധപ്പെട്ട് അദ്ദേഹത്തെ വിളിച്ചു വരുത്തി തിരുത്താൻ പറയുമ്പോൾ അദ്ദേഹം തിരുത്തും. പക്ഷെ ഇത് എപ്പോഴും അദ്ദേഹത്തിന്റെ പ്രകൃതിപരമായ രീതിയാണ്. തെറ്റുകൾ വന്നുകൊണ്ടേയിരിക്കും.
ഇപ്പൊ ആ തെറ്റുകൾ മൂർധന്യ ദശയിലെത്തിക്കൊണ്ടിരിക്കുകയാണ്. ഈ പതിവ് അനുസരിച്ച് ഒരു യോഗ്യനായ പണ്ഡിതൻ, നല്ല കഴിവുള്ള പണ്ഡിതൻ, നന്നായി വായിക്കുകയും പഠിക്കുകയും നന്നായി അവതരിപ്പിക്കാൻ കഴിയുകയും ചെയ്യുന്ന ഒരു പണ്ഡിതൻ എന്ന നിലയിൽ അവരെ ഒറ്റയടിക്ക് തള്ളി പറയുന്ന രീതി ശരിയല്ല എന്ന് വിചാരിച്ചിട്ട് സംഘടനാ തലത്തിൽ മാറ്റി നിർത്തപ്പെട്ടിട്ടും അദ്ദേഹത്തിന്റെ ചില പരിപാടികളോട് സഹകരിക്കുകയും അദ്ദേഹത്തിന്റെ സ്ഥാപനത്തുമായി ബന്ധപ്പെട്ട് ചില പരിപാടികളൊക്കെ പങ്കെടുക്കുകയും ചെയ്യാറുണ്ട്. ഞങ്ങളൊക്കെ പറയുന്നത് പക്ഷെ അദ്ദേഹം അനുസരിക്കും, തിരുത്തും. ഈ പ്രാവശ്യത്തെ വിവാദം ഉണ്ടായപ്പോഴും അദ്ദേഹത്തെ അടിയന്തരമായി വിളിച്ച് കോഴിക്കോട് വെച്ച് കാണാൻ പറഞ്ഞു. ഈ വിനീതനും മുസ്തഫ മാസ്റ്റർ മുണ്ടുപാറ, സത്താർ പന്തല്ലൂര്, OP അഷ്റഫ് 4 പേരും കൂടി അദ്ദേഹത്തോട് സംസാരിച്ചു. ഈ ഭീമാബദ്ധങ്ങൾ അടുത്ത കാലങ്ങളായി അദ്ദേഹം വരുത്തി വച്ചതും പ്രത്യേകിച്ച് സ്വഹീഹുൽ ബുഖാരിയുമായി ബന്ധപ്പെട്ട വിഷയവും അദ്ദേഹം അത് കൃത്യമായി ഞാൻ തിരുത്തി വിശദമായി വീഡിയോ ഉടനെ ഇടാമെന്ന് പറഞ്ഞു. അദ്ദേഹം ആ ദിവസം പറഞ്ഞ ദിവസം ഇട്ടില്ലെന്ന് മാത്രമല്ല, പിന്നീട് അത് തിരുത്തുന്ന സമയത്തും മറ്റു തരത്തിലുള്ള ചില കുത്തുവാക്കുകളും വിശദീകരണവും നൽകിക്കൊണ്ട് വളരെ ലളിതമായ നിലക്കാണ് കാര്യം കൈകാര്യം ചെയ്തത്. പറയാതിരിക്കാൻ നിർവാഹമില്ല. ഈ ഒരു സാഹചര്യത്തിൽ ബഹുമാന്യ സഹോദരന്മാരെ ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്, സ്വഹീഹുൽ ബുഖാരിയുമായി ബന്ധപ്പെട്ട വിഷയം അങ്ങനെ ലളിതമായി കാണാൻ പറ്റിയ കേസല്ല. അദ്ദേഹം ആധുനികന്മാർ പറയുന്നത് പോലെ പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ആയിഷ ബീവി നമ്മുടെ ഉമ്മയെ വിവാഹം ചെയ്ത സമയത്ത് 6 വയസ്സും 9 വയസ്സും ആയിരുന്നു എന്ന് പറയുന്ന സ്വഹീഹായ ഹദീസ് ആധുനിക സമൂഹത്തിന് വേണ്ടി തിരുത്തി 18 വയസ്സ്, 20 വയസ്സ്, 22 വയസ്സായിരുന്നു എന്ന് സ്ഥിരീകരിക്കാൻ വിഫല ശ്രമം നടത്തുകയാണ്. പക്ഷെ അങ്ങനെ അദ്ദേഹം ചെയ്യുമ്പോൾ സ്വഹീഹുൽ ബുഖാരിയെ പൂർണ്ണമായും നിഷേധിക്കേണ്ടതുണ്ട്. കാരണം സ്വഹീഹ് ബുഖാരിയിൽ വന്ന പ്രകടമായ ഹദീസാണ്. ആയിഷ ബീവി റളിയല്ലാഹു അൻഹ നേരിട്ട് പറയുന്നു, തസവ്വജനി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അന ബിനു സിത്തിൻ, എനിക്ക് 6 വയസ്സുണ്ടായപ്പോൾ പ്രവാചക തിരുമേനി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഞാനുമായുള്ള വിവാഹം നടന്നു. ബനാബി വ അന ബിനു തിസ്ഇൻ, 9 വയസ്സായപ്പോൾ ഞങ്ങൾ ദാമ്പത്യ ജീവിതം ആരംഭിക്കാനും തുടങ്ങി. ഇത് സ്വഹീഹുൽ ബുഖാരിയുടെ ഹദീസാണ്. ഈ ഹദീസ് നിഷേധിക്കുക എന്ന് പറയുമ്പോൾ ബുഖാരിയുടെ പ്രത്യേകത അസഹുൽ കുതുബാദ് കിതാബില്ലാഹി സ്വഹീഹുൽ ബുഖാരി, ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേന അള്ളാഹുവിന്റെ കിതാബായ ഖുർആൻ കഴിഞ്ഞാൽ 2ാമത്തെ ഏറ്റവും പ്രബലമായ ഗ്രന്ഥമായി കാണുന്നത് സ്വഹീഹുൽ ബുഖാരിയാണ്. അതിൽ ദുർബലമായ ഹദീസ് ഉണ്ടെന്ന് വന്നാൽ അത് അത്യന്തം അപകടകരമാണ്. ഇസ്ലാമിക സമൂഹത്തിന്റെ പ്രമാണങ്ങളുടെ വേരുകളെ തന്നെ ബാധിക്കുന്ന വിഷയമാണ്. സ്വഹീഹുൽ ബുഖാരിയുടെ പ്രത്യേകത, ബുഖാരിയുടെ വിശദമായ വ്യാഖ്യാനമായ ഫത്ഹുൽ ബാരിയുടെ ആമുഖത്തിൽ പറയുന്നുണ്ട്. ഇമാം ബുഖാരി റഹ്മത്തുള്ളാഹി പറയുകയാണ്, മാ കതബതു ഫീ കിതാബി സ്വഹീഹി ഹദീസൻ, എന്റെ ഈ സ്വഹീഹുൽ ബുഖാരിയിൽ ഞാൻ ഒരൊറ്റ ഹദീസും ചേർത്തിട്ടില്ല. ഇല്ലഖ്തസൽതു ഖബ്ല ദാലിക, ആ ഹദീസിൽ എഴുതി വെക്കാൻ ഉദ്ദേശിക്കുമ്പോൾ ഒന്ന് കുളിക്കും, എന്നിട്ട് വസല്ലൈതു റകഅത്തൈൻ, 2 റകഅത്ത് നിസ്കരിക്കും. കാരണം ഈ ഹദീസിൽ ഇത് വെക്കണോ വെക്കേണ്ട ഇസ്തിഖാറത്താണത്, അള്ളാഹുവിന്റെ തീരുമാനം വരും. എന്നിട്ടേ ഞാൻ ഓരോ ഹദീസും വെച്ചിട്ടുള്ളൂ എന്ന് കൃത്യമായി അദ്ദേഹം രേഖപ്പെടുത്തുന്നു. മാത്രമല്ല അദ്ദേഹം പറഞ്ഞു, ഞാൻ എൻ്റെ സ്വഹീഹുൽ ബുഖാരിയെ മിൻ 6 ലക്ഷം ഹദീസ് കടഞ്ഞെടുത്ത് ഏറ്റവും പ്രബലമായ രേഖകളുടെ ഹദീസുകൾ മാത്രമാണ് ഞാൻ തിരഞ്ഞെടുത്ത് വെച്ചിട്ടുള്ളത്. ഇങ്ങനെയൊക്കെ പറയുന്ന ഇസ്ലാമിക ലോകം ഐക്യകണ്ഠേന അംഗീകരിക്കുന്ന സ്വഹീഹുൽ ബുഖാരിയിൽ ദുർബലമായ ഒരു ഹദീസ് ഉണ്ടെന്ന് പറയുന്നത് അത്യന്തം അപകടകരമായ വാദഗതിയാണ്. അദ്ദേഹം അത് പറയുന്നത് മാത്രമല്ല, തിരുദൂതർ എന്ന പേരിൽ അദ്ദേഹം പ്രസിദ്ധീകരിച്ച പുസ്തകത്തിൽ അദ്ദേഹം അത് പറയുന്നത് ഇങ്ങനെ സ്ഥാപിച്ച് അദ്ദേഹം പറയുന്നത് ലാസ്റ്റ് അതീവ ദുർബലമായ ഒന്നായാണ് ഈ ഹദീസിനെ മുസ്ലിം സമൂഹം ഇക്കാലഘട്ടത്തിലുടനീളം കണക്കാക്കിയത് എന്ന് അദ്ദേഹം എഴുതി വെച്ചിട്ട് ആ പുസ്തകത്തിന്റെ പേജ് നമ്പർ 122 വളരെ മാരകമായ ഒരു തെറ്റാണ് അദ്ദേഹം വരുത്തി വെച്ചിട്ടുള്ളത്. അത് അദ്ദേഹം ലളിതമായി ഇമാം ബുഖാരി തങ്ങൾക്ക് വേണ്ടി യാസീനോദി കൊണ്ട് തിരുത്തേണ്ട കേസല്ല. ആ പുസ്തകം തന്നെ പിൻവലിക്കുകയും ഈ തെറ്റായ ധാരണ മുസ്ലിം സമൂഹം തിരുത്താൻ ആവശ്യമായ നിലയിലുള്ള ഒരു വിശദീകരണം വ്യക്തമായി ബോധ്യപ്പെടുത്തുകയും ചെയ്തിട്ടില്ലെങ്കിൽ സമൂഹം ചരിത്രത്തിൽ വലിയ ഒരു തെറ്റിദ്ധാരണയ്ക്ക് വിധേയമാകുമെന്ന് ശ്രദ്ധയിൽപ്പെടുത്തുകയാണ്. സത്യത്തിൽ ആയിഷ ബിബി റളിയല്ലാഹു അൻഹയ്ക്ക് നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്ന സമയത്ത് കുട്ടിയായിരുന്നു എന്ന് തെളിയിക്കുന്ന ധാരാളം സംഭവങ്ങളുണ്ട്.
വളരെ കൃത്യമായി കാണാം. സ്വഹീഹായ ഹദീസിൽ തന്നെ പറയുന്നുണ്ട്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങൾ ഞങ്ങളുടെ ദാമ്പത്യ ജീവിതത്തിലേക്ക് പ്രവേശിക്കുന്ന സമയത്ത് 9 വയസ്സ് പ്രായത്തിൽ ആദ്യമായി നബി സല്ലല്ലാഹു അലൈഹി വസല്ലം തങ്ങളുമായി ഞാൻ സംഗമിക്കുന്ന ഘട്ടത്തിൽ വകുന്തു ഫി ഉർജുഹത്തിൻ, ഞാനൊരു ഊഞ്ഞാലിൽ ആടുകയായിരുന്നു, ഫി സ്വഹാഹിബലി, എൻ്റെ കൊച്ചു കൂട്ടുകാരിയോടൊപ്പം. നോക്കൂ നിങ്ങൾ, ഒരു ചെറിയ കുട്ടികൾ കളിക്കുന്ന ഊഞ്ഞാലിനാണ് ഉർജുഹത്ത് എന്ന് പറയുന്നത്. അതിൽ ആ മഹദി ആടുകയായിരുന്നു എന്ന് പറഞ്ഞെന്ന് മാത്രമല്ല, ആ കളിക്കുന്നതിനിടയിലാണ് സർഹത്ത് ഉമ്മുറുമാൻ, എൻ്റെ മാതാവ് ഉമ്മുറുമാൻ ശബ്ദത്തിൽ വിളിച്ചു. ആയിഷാനോ അല്ലെ മോളെ എന്നെ വിളിച്ചിട്ടുണ്ടാവും. ഞാൻ ഓടിച്ചെന്നു. എന്താണ് വിഷയം എനിക്കറിയില്ല. അവർ വന്ന് എന്നെ പിടിച്ചു കൊണ്ടുപോയി മുഖമൊക്കെ ഒന്ന് കഴുകി തന്ന് ഫ്രഷാക്കി ഒന്ന് റെഡിയാക്കുകയാണ്. ഈ സമയത്ത് അവർ പറയുകയാണ്, മാ അതിരി മാ തുരീതുബി, എന്റെ ഉമ്മ എന്താണ് എന്നെ ചെയ്യാൻ ഉദ്ദേശിക്കുന്നത് എനിക്കറിയില്ല. കാരണം ഇതൊരു വിവാഹ ജീവിതത്തിലേക്ക് പ്രവേശിക്കുകയാണെന്ന് പോലും ബോധ്യപ്പെടുത്തി കൊടുക്കാൻ കഴിയാത്ത കൊച്ചു പ്രായമാണെന്ന് കൃത്യമായി സ്വഹീഹായ ഹദീസിലാണ് രേഖപ്പെടുത്തുന്നത്. മാത്രമല്ല, മറ്റൊരു ഹദീസിൽ, ആധികാരികമായ ഹദീസിൽ പറയുന്നത്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അന്നഹ കാനത് തൽഅബു ബിൽ ബനാത്ത് ഇൻദ റസൂലില്ലാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം, അല്ലാഹുവിന്റെ റസൂലിന്റെ സല്ലല്ലാഹു അലൈഹി വസല്ലം അടുക്കൽ അവർ ജീവിക്കുന്ന സമയത്ത്, വിവാഹിതയായ സമയത്ത്, തൽഅബു ബിൽ ബനാത്തി, ടോയ്സ് കൊണ്ട് കളിക്കുമായിരുന്നു. ബനാത്ത് എന്നാൽ കളിപ്പാട്ടങ്ങൾ, ടോയ്സ് അല്ലെങ്കിൽ പാവക്കുട്ടികൾ എന്നൊക്കെ പറയാം. അത് വെച്ച് കളിക്കുമായിരുന്നു എന്ന് പറയുന്നു. ഒരു 18 വയസ്സായ 20 വയസ്സായ 22 വയസ്സായ പെൺകുട്ടികൾക്ക് ഈ പാവക്കുട്ടികളെ വെച്ച് കളിക്കുമോ? നിങ്ങൾ ചിന്തിക്ക്. മറ്റൊരു ഹദീസിൽ പറയുകയാണ്, ആയിഷ റളിയല്ലാഹു അൻഹ റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസ്, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം അവർ വിവാഹം ചെയ്തു. 9 വയസ്സിൽ അവരെന്ത് ചെയ്തു? ഒരുമിച്ച് താമസിച്ചു. വലുഅബുഹ മഅഹ, നബി സല്ലല്ലാഹു അലൈഹി വസല്ലം ആയിഷ ബീവിയും ഒരുമിച്ച് താമസിക്കുന്ന സമയത്ത് അവരുടെ കളിപ്പാട്ടങ്ങൾ, ടോയ്സ് ആയിഷ ബീവിന്റെ കൂടെ തന്നെ ഉണ്ടായിരുന്നു. മാത അൻഹ വഹിയ ബിന്തു 18 വയസ്സാകുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി അവർക്ക് 18 വയസ്സാകുമ്പോൾ വഫാത്താവുകയും ചെയ്തു. സ്വഹീഹ് മുസ്ലിമിന്റെ ഹദീസ്. ഇതെല്ലാം സ്വഹീഹ് ഹദീസുകളാണ്. ഇവിടെ വൽ മുറാദു മിൻ ലുഅബിഹ മഅഹ, ഈ ആയിഷ ബീവിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്യുന്ന സമയത്ത് തന്റെ കളിപ്പാട്ടങ്ങൾ തന്റെ കൂടെ ഉണ്ട് എന്നതുകൊണ്ട് ഉദ്ദേശം, ഹദീസ് വ്യാഖ്യാതാക്കൾ പറയുകയാണ്, ഹാദിഹിൽ ലുഅബുൽ മുസമ്മാത്തു ബിൽ ബനാത്ത്, നമ്മൾ ടോയ്സ് അല്ലെങ്കിൽ കളിപ്പാവകൾ അല്ലെങ്കിൽ പാവക്കുട്ടികൾ എന്ന് പറയുന്ന കളി ഉപകരണങ്ങളാണ്. അല്ലത്തി തൽഅബു ബിഹിൽ ജവാരി സിഗാർ, ചെറിയ കുട്ടികൾ കളിക്കുന്ന പാവക്കുട്ടികൾ. ഇത്ര കൃത്യമായി ധാരാളം ഹദീസുകൾ കാര്യങ്ങൾ വിശദീകരിച്ചിട്ട് ബുഖാരിയിലുമുണ്ട്, മുസ്ലിമിലുമുണ്ട്. ഇതെല്ലാം നിഷേധിക്കേണ്ട പശ്ചാത്തലമാണല്ലോ വരുന്നത്. അവർക്ക് അന്ന് 18 വയസ്സ് 22 വയസ്സ് വിവാഹ സമയത്തുണ്ട് എന്ന് സ്ഥാപിക്കുമ്പോൾ നമ്മൾ അങ്ങനെ ചെയ്യുന്നത് വലിയ അപകടകരമായ ഒരു നിലപാടായിരിക്കില്ലേ? നിങ്ങൾ ചിന്തിച്ചു നോക്കൂ, ഹദീസ് നിഷേധത്തിലേക്ക് പോവുക എന്ന് പറഞ്ഞാൽ എത്രമാത്രം മാരകമാണ്. വളരെ കൃത്യമായി ചരിത്രത്തെ രേഖപ്പെടുത്തുന്ന ഹാഫിൽ ബിൻ ഹജർ അസ്ഖലാനി പറയുന്നുണ്ട് തന്റെ അൽ ഇസാബയിൽ, അവർ ജനിച്ചത് പ്രവാചകത്വം നബി തങ്ങൾക്ക് ലഭിക്കുന്നതിന്റെ 4 വർഷം ശേഷമാണ്. അത് കണക്ക് കൂട്ടി നോക്കിയാൽ ഏകദേശം ഈ 9 വയസ്സ്, 6 വയസ്സിൽ നിക്കാഹ്, 9 വയസ്സിൽ ഒരുമിച്ച് ജീവിച്ചു എന്ന് തന്നെയാണ് കിട്ടുക. ആർക്കും അത് മനസ്സിലാക്കാൻ സാധിക്കും. നമ്മൾ മറ്റുള്ളവരെ പ്രീതിപ്പെടുത്താൻ വേണ്ടി ഇങ്ങനെ പറയേണ്ട യാതൊരു ആവശ്യവുമില്ല. സത്യത്തിൽ വിവാഹപ്രായം എന്ന് പറയുന്നത് ഓരോ കാലഘട്ടത്തിനും ഓരോ സമൂഹത്തിനും ഓരോ പ്രദേശത്തിനും അനുസരിച്ച് മാറി മറിഞ്ഞുകൊണ്ടിരിക്കും. പൂർവ്വകാലത്ത് അന്ന് തന്നെ ആയിഷ ബിയെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം വിവാഹം ചെയ്തതിനു മുമ്പ് മുത്തഇം എന്ന് പറയുന്നവര് തന്റെ മകൻ ജുബൈറിന് വേണ്ടി അബൂബക്കർ സിദ്ദീഖ് തങ്ങളോട് വിവാഹം നടത്തിയിരുന്നു. താരീഖിൽ കാണാം. ആ കാലത്തെ പതിവാണത്. പിന്നെ ഒരു പെൺകുട്ടിയുടെ ആരോഗ്യം കണക്ക് വെക്കുന്ന സമയത്ത്, ആരോഗ്യം അതിനനുസരിച്ച് പാകപ്പെടുന്ന സമയത്ത് മാത്രമേ കുടുംബ ജീവിതം ആരംഭിക്കാവൂ എന്ന് മാത്രമാണ് ഇസ്ലാം പഠിപ്പിക്കുന്നത്. വിവാഹപ്രായം ഏത് പ്രായത്തിലുമാകാം, തടസ്സമില്ല. നമ്മുടെ രാജ്യത്തെ സ്ഥിതിഗതിനെ പരിശോധിച്ച് നോക്കിയാൽ നമ്മുടെ മഹാത്മാഗാന്ധി നമ്മുടെ രാഷ്ട്രപിതാവാണ്. അവർ കല്യാണം കഴിച്ചത് കസ്തൂർബ ഗാന്ധിയെ 13 വയസ്സിലാണ്. ഇപ്പോ എഡ്യൂക്കേറ്റഡ് ആയ ആളുകളുള്ള പത്രങ്ങൾക്ക് നടത്തിയ പ്രമുഖ പത്രങ്ങൾ കേരളത്തിൽ മലയാള മനോരമ, മാതൃഭൂമിയൊക്കെ. മലയാള മനോരമയുടെ പിതാവ് എന്ന പേരിൽ അറിയപ്പെടുന്ന ശ്രീ മാമൻ മാപ്പിള 10 വയസ്സുകാരിയാണ് വിവാഹം ചെയ്തിട്ടുള്ളത്. മാതൃഭൂമിയുടെ സ്ഥാപകനാണ് ശ്രീ കേശവ മേനോൻ. അദ്ദേഹം വിവാഹം ചെയ്ത് 4ാം ക്ലാസ്സിൽ പഠിക്കുന്ന ഒരു ബാലികയായിരുന്നു.
CPM-ന്റെ പ്രമുഖനായ നായകനും പാർലമെന്റ് മെമ്പറും പോളിറ്റ് ബ്യൂറോ അംഗക്കായിരുന്നു AKG. പാവപ്പെട്ടവരുടെ പടത്തലം എന്നതിൽ അറിയുന്ന സർവ്വസ്വീകാരനായ കമ്മ്യൂണിസ്റ്റ് നേതാവായിരുന്നു AKG. അദ്ദേഹം 12 വയസ്സുകാരിയായ സുശീല ഗോപാലിനെയാണ് വിവാഹം ചെയ്തത്. ഇതൊക്കെ നമ്മുടെ നാട്ടിൽ ഇന്നലെ നടന്ന സംഭവമാണ്. പിന്നെ 16 നൂറ്റാണ്ടിന് മുമ്പ് അറേബ്യൻ സമൂഹത്തിൽ നടന്ന അക്കാലത്ത് പതിവുള്ള ഒരു കാര്യം നടന്നത് നമ്മൾ എന്തിനാണ് ഈ ഹദീസ് നിഷേധിക്കുന്നത്? മാത്രമല്ല തിരുനബി സല്ലല്ലാഹു അലൈഹി വസല്ലം ഓരോ വിവാഹത്തിലും പ്രത്യേക കാരണങ്ങൾ ചരിത്രത്തിൽ കാണാം. നബികൾ വിവാഹം കഴിക്കുന്ന 6 വയസ്സിലാണ്, 18 വയസ്സിൽ വഫാത്താകുന്നു. ഏറ്റവും കൂടുതൽ ഹദീസുകൾ നന്നായി റിപ്പോർട്ട് ചെയ്ത മഹദിയാണ് ആയിഷ റളിയല്ലാഹു അൻഹ. പ്രവാചക ജീവിതം ഒപ്പിയെടുത്ത് മതവിധികൾ, സ്ത്രീകളുമായി ബന്ധപ്പെട്ട വിധികളൊക്കെ മുസ്ലിം സമൂഹത്തിൽ കൈമാറിയതവരാണ്. ശരിക്കും 6 വയസ്സ് മുതൽ 18 വയസ്സ് വരെ നമ്മൾ 1ാം ക്ലാസ് മുതൽ +2 വരെ പഠിക്കുന്ന പ്രായമാണ്. വായിച്ചതും പഠിച്ചതും മനസ്സിൽ കൊത്തിവെക്കുന്ന പ്രായം. സ്മാർട്ടായിരുന്നു ആയിഷ ബീവി. താരീഖിൽ കാണാം, നല്ല ബുദ്ധിമതിയായിരുന്നു. അപ്പൊ ഒരുപാട് പഠിക്കാൻ വേണ്ടി സ്ത്രീകളുമായി ബന്ധപ്പെട്ട പ്രത്യേക വിധികൾ സമൂഹത്തിന് കൈമാറാൻ അള്ളാഹു നിശ്ചയിച്ചൊരു സംവിധാനമായിരിക്കാം ഈ വിവാഹം. ഇത്ര കാര്യങ്ങളൊക്കെ പ്രകടമായി നമ്മുടെ മുമ്പിലുണ്ടായിരിക്കെ ഈ ഒരു രീതിയിലേക്ക് വിശദീകരണം നൽകിയത് എന്തായാലും കാര്യമായി അദ്ദേഹം തിരുത്തും എന്നാണ് ഞാൻ പ്രതീക്ഷിക്കുന്നത്. കാരണം അത് ഒരുപാട് നല്ല പ്രഭാഷണങ്ങൾ നടത്തുന്നുണ്ട്. അതിനിടയിൽ ഇത്തരം സ്ഖലിതങ്ങൾ എന്ന് പറഞ്ഞാൽ പോരാ, മാരകമായ തെറ്റുകൾ വരുന്നത് വളരെ 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 ദുഃഖകരമാണ്, വേദനാജനകമാണ്. ഇത്തരം വാർത്തകളും വിശേഷങ്ങളും അറിയാൻ ഞങ്ങളുടെ ചാനൽ ഉടൻ തന്നെ സബ്സ്ക്രൈബ് ചെയ്യുക, ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക. ജനങ്ങളിലേക്ക് എത്തിക്കണമെന്ന് നിങ്ങൾ ആഗ്രഹിക്കുന്ന വാർത്തകളും വിശേഷങ്ങളും പ്രമുഖരുടെ പ്രഭാഷണങ്ങളും ഞങ്ങളുടെ വാട്സപ്പ് നമ്പറിലേക്ക് അയച്ചു തരിക. നന്മ വളരട്ടെ, തിന്മക്കെതിരെ നമുക്ക് ഒരുമിച്ച് നിൽക്കാം.